കൽപ്പാത്തിയിലെ ഈ അഗ്രഹാരങ്ങൾക്കൊക്കെ ഒരുപാട് ചരിത്രമുണ്ട്, വർഷങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി വന്ന ബ്രാഹ്മണരുടെ അഗ്രഹാരങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. ഓരോന്നും ഓരോ ഗ്രാമങ്ങളാണെന്ന് പറയാം. അപ്പോൾ അത്രമാത്രം പഴക്കമുള്ള ഒരു സ്ഥലത്തെ ക്ഷേത്രോത്സവത്തിന് ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കഥകൾ പറയാനുണ്ട്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളൊന്നാണ് ക്ഷേത്രോത്സവത്തിന് 3-ാം തിരുത്സവമാണ് ഈ 15-ാം തീയതിയിലെ ഉത്സവം അറിയപ്പെടുന്നത്. നിഖിൽ പ്രമേഷാണെന്ന് തോന്നുന്നു അതിന് ഏറ്റവും കൂടുതൽ വിവരങ്ങളുമായി നമ്മളൊപ്പം ചേരാൻ പോകുന്നത്. നിഖിൽ, ഗുഡ് മോർണിംഗ് നിഖിൽ. അപ്പോൾ നിഖിൽ ഇവിടെ പാലക്കാടായിട്ട് കുറച്ച് വർഷങ്ങളായി. നിഖിലിന്റെ ആദ്യത്തെ തേരുത്സവം അല്ല ഇത്. അപ്പോൾ നിഖിൽ ഇന്നിപ്പോൾ 3-ാം തേരുത്സവം നടക്കാനിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇതിൽ ഇപ്പോൾ 1-ാം തേര്, 2-ാം തേര്, 3-ാം തേരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന്. 10 ദിവസം നീളുന്ന ഈ ഉത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമെന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാകും ഇന്നത്തെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ, മറ്റു വിശദാംശങ്ങൾ? ഞാനിപ്പോ ആരോടെ ചോദ്യം ചോദിച്ചേ? അപ്പൊ നിഖിൽ പറയൂ. പിന്നെ ഇന്നിപ്പോ ഒരു വർഷത്തെ കാത്തിരിപ്പിന്, അതായത് കൽപ്പാത്തിയിലെ നിവാസികളുടേത് മാത്രമല്ല, പാലക്കാട്ടുകാരുടേത് മാത്രമല്ല, സത്യത്തിൽ ഇവിടെയും ഈ ഉത്സവത്തെയൊക്കെ പ്രേമിക്കുന്ന, ആഘോഷിക്കുന്ന എല്ലാവരുടെയും ഒരു വർഷത്തെ കാത്തിരിപ്പിലാണ് സമാപനമാകുന്നത്. ഇന്ന് കൃത്യം വൈകിട്ട് ഒരു 6 മണിക്ക് ഇവിടെ വെച്ച് ദേവരഥ സംഗമം നടക്കും. 5 രഥങ്ങളും ഇതാണ് തേരുമുട്ടി. ഇവിടെയാണ് ഈ ദേവരഥ സംഗമം നടക്കുക. നമ്മളിപ്പോ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ വൈകിട്ട് നമുക്കിങ്ങനെ എന്താ പറയാ, പൂഴിമണൽ ആകാശത്തേക്ക് ഇട്ടാൽ താഴെ വീഴാത്ത അത്രയും ആളുകൾ ഉണ്ടാവും. ഒന്നാമത് വളരെ ചെറിയൊരു സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്ക് നിൽക്കുന്നതിനൊക്കെ പരിമിതിയുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് നിൽക്കണം. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്കും വലിയ തിരക്കായിരിക്കും. ഇവിടെ ആയിരിക്കും ഈ 5 രഥങ്ങളും ഇവിടെ വന്ന് സംഗമിക്കുക. അപ്പൊ അതൊരു ശിവപാർവതി സങ്കല്പമാണെങ്കിലും ഇവിടെയുള്ള ദേവതമാർക്കെല്ലാം മറ്റൊരു പേരാണ് വിശാലാക്ഷി. മന്ദക്കര മഹാഗണപതി. അത് വിശാലാക്ഷി സമേത വിശ്വാസ സ്വാമി ക്ഷേത്രത്തിലെ 3 തേരുണ്ട്. ഈ ക്ഷേത്രമാണ് ഉത്സവനാഥൻ. അതായത് ഈ ഉത്സവത്തിന്റെ ഒരു നാഥൻ പറയുന്നത് നമ്മുടെ പുറകിലുള്ള ഈ ക്ഷേത്രമാണ്. പിന്നെ 14-15 തീയതികൾ 1-ാം തിരുത്സവം, 2-ാം തിരുത്സവം, കുറച്ചും കൂടെ വണ്ടി 3-ാം തിരുത്സവം, 2-ാം തിരുത്സവം, 3-ാം തിരുത്സവം അല്ലെ? ഈ 3-ാം തിരുത്സവത്തിന്റെ പ്രത്യേകത അതെന്താണ്? ഈ ദേവരഥ സംഭവത്തിന്റെ പ്രത്യേകത എന്താണ്? അതായത് പ്രജിൻ, ഇപ്പോ ഈ 1-ാം തേരുത്സവത്തിന് ഇറങ്ങുന്ന തേരുകള്, 2-ാം തേരുത്സവത്തിന് ഇറങ്ങുന്ന തേരുകള്, 3-ാം തേരുത്സവത്തിന് ഇറങ്ങുന്ന തേരുകള്, ഈ എല്ലാ തേരുകളും ഈ ഗ്രാമങ്ങളിലൂടെ മൊത്തം, ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഇവിടെ മാത്രമല്ല, ഇപ്പുറത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ സന്ദർശനം നടത്തി അവിടെയുള്ള ആളുകളൊക്കെ കണ്ട് അവർക്കൊക്കെ എന്താ പറയാ, അവരൊക്കെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ഏറ്റവും ഒടുവിൽ സംഗമിക്കുന്നത് ഇവിടെയാണ്. എല്ലാ രഥങ്ങളും ഇവിടുത്തെ ഈ ദേവതമാര് രഥത്തിൽ എഴുന്നള്ളി ഇവിടെയുള്ള ആളുകളൊക്കെ കണ്ട് ഗ്രാമങ്ങളിലുള്ള ആളുകൾക്കൊക്കെ അനുഗ്രഹ വർഷം ചൊരിഞ്ഞ് അവര് ഏറ്റവും ഒടുവിൽ സംഗമിക്കുന്ന സ്ഥലമാണ് ഈ ദേവരഥ സംഗമം നടക്കുന്നത് നമ്മുടെ തേരുമുട്ടി. അപ്പോ ഈ കൽപ്പാത്തിയെ സംബന്ധിച്ചത് വലിയൊരു ഉത്സവമാണ്. അതോടൊപ്പം തന്നെ പാലക്കാടിനെ സംബന്ധിച്ചും ഇത് വലിയൊരു ഉത്സവമാണ്. പാലക്കാട് ജില്ല നമ്മുടെ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ആ ജില്ലയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഉത്സവം എന്നതിനപ്പുറം ഇതൊരു അതിർത്തി ജില്ല കൂടിയാണ്. അപ്പം സമീപ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ ആളുകളൊക്കെ എത്തിച്ചേരും അല്ലേ? ഇപ്രാവശ്യം ഭയങ്കര കൂടുതലാണ് ആള്. നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ കണ്ടതിനേക്കാളും വളരെ വളരെ കൂടുതലാണ്. ഇതൊരു റിലീജിയസ് ആയ ഒരു ഫെസ്റ്റിവൽ എന്നുള്ളതിനപ്പുറത്ത് ഇനിയിപ്പോ ഈ ഉത്സവം കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൂടെ ഈ 2 ഭാഗങ്ങളിലും കടകൾ ഉണ്ടാവും. ഇവിടെയൊക്കെ കടകൾ കൊണ്ട് ഇങ്ങനെ നിറയും. ആളുകൾ ഒരു കാര്യമില്ല, ഉത്സവം കഴിഞ്ഞെങ്കിലും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, സാധനങ്ങൾ വാങ്ങിക്കും. ഞാനും ആദ്യമായിട്ടാണ് കൽപ്പാത്തിയിൽ ആൾക്കാരുടെ ബാഹുല്യം, അതിന്റെ തിരക്കിനെ കുറിച്ച് എനിക്ക് ഐഡിയ ഇല്ല. ഭയങ്കര ആളായിരിക്കും വെച്ചാൽ നമുക്ക് വൈകുന്നേരം ഒന്നും ഇതിലേക്ക് കടന്നു പോകുന്നു അസാധ്യമായിരിക്കും, അത്ര ആളായിരിക്കും. ഒന്നാമത് ചെറിയ റോഡാണല്ലോ, വാഹനങ്ങളൊന്നും കടന്നു പോകാനൊന്നും പറ്റില്ല. ഇന്നിപ്പം 2 തേരായിരിക്കില്ലേ വലിക്കുക? അതെപ്പോഴായിരിക്കും തുടങ്ങുന്നത്? അതൊരു രാവിലെ ഒരു 11 മണിയോട് കൂടിയിട്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ പുറകിൽ തന്നെയാണ് ഉള്ളത്. ആ ഒരു 11 മണിയോട് കൂടി ആരംഭിക്കും. അതോടെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് പിന്നെ വൈകിട്ടാണ് ചടങ്ങുകളുള്ളത്. അതൊരു 5 മണിക്ക് ശേഷം ആരംഭിക്കും. പക്ഷെ അപ്പോഴേക്കും തന്നെ ഇവിടെ നല്ല തിരക്കായി മാറിയിട്ടുണ്ടാവും. പങ്കെടുക്കുക എന്നതാണ് വിശ്വാസികളുടെ ഒരു മോക്ഷം കിട്ടും എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. തേര് വലിക്കുക എന്ന് പറയുന്നത് എന്താ പറയാ, എല്ലാവരുടെയും ഒരു വർഷത്തെ അവരുടെ ഒരു കാത്തിരിപ്പാണ്. അതിന് വ്രതമൊക്കെ എടുത്തിട്ടാണ് ആളുകൾ വരിക. ഈ മത്സ്യമാംസാദികളൊന്നും കഴിച്ച് ആളുകൾ വലിക്കില്ല. അവരൊരു വ്രതമൊക്കെ എടുത്ത്, ചിലപ്പോൾ ആഴ്ചകളുടെ വ്രതം എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒരു ദിവസത്തെ മാത്രം വ്രതം എടുത്ത് വന്ന് ഇത് തേര് വലിക്കുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ വളരെ ഭക്തി ആദരപൂർവ്വം അവര് തേര് വലിച്ച് ആ സമയത്ത് തന്നെ അവര് എന്താ പറയാ, ഇവിടെയുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് ഭക്തി ആദരപൂർവ്വം ഉറക്ക പാട്ടുകൾ പാടിയും അങ്ങനെയൊക്കെയാണ് അവർ തേര് വലിക്കുക. അതൊരു രസകരമായിട്ടുള്ള കാഴ്ചയാണ്, കാണാൻ തന്നെ ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ച കൂടി. അതിനൊക്കെയാണ് നമ്മളിന്നിപ്പോ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എല്ലാ വർഷവും നവംബർ മാസം 6 മുതൽ 16 വരെ അങ്ങനെ മുഹൂർത്തമുണ്ട് അവർക്ക്. അത് നോക്കിയിട്ടാണ് തമിഴ് മാസത്തിന്
ഈ തേര് വലിക്കുന്നത്? കഴിഞ്ഞ തവണ ഒരു ദിവസം മാറിയിട്ടായിരുന്നു. അതായത് 16-ാം തീയതി ദേവരഥ സംഗമം, 15-ന് 2-ാം തേര്, 14-ന് 1-ാം തേര്, അങ്ങനെയായിരുന്നു. ഇന്നിപ്പം ഈ വർഷം ഒരു ദിവസം ഇങ്ങോട്ട് തള്ളിയിട്ടുണ്ട്. 13, 14, 15 അതോടുകൂടി ഇന്നത്തോടുകൂടി സമാപിക്കുകയായി. അപ്പൊ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോ ഈ അഗ്രഹാര ശരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഒരുപാട് അഗ്രഹാരങ്ങളുണ്ടല്ലോ. അതിന് കൂടുതലുണ്ട്. പാലക്കാട് ജില്ലയിൽ തന്നെ കൃത്യമായ കണക്കില്ല, എന്നാൽ പോലും വളരെ കൂടുതലാണ്. ഏറ്റവും ഭംഗിയുള്ള അഗ്രഹാരം പറഞ്ഞ പ്രജീൻ ഇതൊന്നുമല്ല, നമ്മുടെ കൊടുന്തിരപ്പള്ളിയിൽ ഒരു അഗ്രഹാരമുണ്ട്, ഗംഭീരമാണ്. എന്ന് വെച്ചാൽ അല്ല അങ്ങനെയില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ മനോഹരമാണ്. പിന്നെ പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഈ അഗ്രഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് പക്കയായിട്ടുള്ള ഒരു സ്ഥലം. ഇവിടെ ഇപ്പൊ നിങ്ങൾ നോക്കി മിക്ക വീടുകളിലും വാഹനങ്ങളൊക്കെ ഉണ്ട്. വാഹനങ്ങൾ നിർത്തിടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഈ കൊടുതിരപ്പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവര് ഒന്നും ചെയ്തിട്ടില്ല, ഒരു മാറ്റം വരുത്തിയില്ല. എങ്ങനെയാണോ നമ്മുടെ ഒരു മനസ്സിലുള്ള അഗ്രഹാരം എങ്ങനെയാണോ അതേപോലെ സിനിമയിലൊക്കെ കാണുന്ന നമ്മുടെ പുതിയ മുഖമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അവിടുത്തെ അഗ്രഹാരത്തിൽ. ആളുകളുടെ ധാരണ തമിഴ് ബ്രാഹ്മണ ശൈലി അല്ലേ, അത് അതേപോലെ പിന്തുടർന്ന് പോരുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ പ്രമേഷിന് പറയാനുള്ളത്. നടന്നു വന്നിട്ടുണ്ട് നമ്മുടെ മോർണിംഗ് വാക്കിൽ. എനിക്ക് തോന്നുന്നു ഇത്രയും ദൂരമായിട്ട് നമ്മൾ നടന്നു വന്നിരിക്കുകയാണ്. പുറകിൽ സത്യം പറയട്ടെ, സംസാരിച്ച് നടന്നുകൊണ്ട് അത്രയും ദൂരം നടന്നു അറിഞ്ഞില്ല അല്ലേ?